ഈശ്വരാ ഈ പ്രാവശ്യമെങ്കിലും അടിക്കണേ. ഇത് ക്വാർട്ടറിന്. വീട്ടു സാധനങ്ങളെല്ലാം കൂടെ ഇതിൽ നിൽക്കും. അവർ ഈ പ്രാവശ്യം ഒരു 15 കിലോ എങ്കിലും മേടിക്കണം. അല്ലെങ്കിൽ വേണ്ട, 15 മേടിച്ച് ഇനി ഇവിടെ ആട്ടോ വിളിക്കണമെന്ന് പറയും. 10 കിലോ മതി. അല്ലെങ്കിൽ വേണ്ട, 5 കിലോ മതി. ഒരുക്കം കഴിഞ്ഞു എന്ന് വെച്ചാൽ തമ്പ്രാട്ടി ഇങ്ങോട്ട് എഴുന്നള്ളൂ ആവോ. എന്താ എടീ, ഒരുങ്ങി കഴിഞ്ഞൊന്ന് ഇറങ്ങി വരാൻ. 3 മണിക്കൂറായി അവൾ ഒരുങ്ങാൻ തുടങ്ങി. കാര്യം ചെയ്യാൻ സമ്മതിക്കരുത് കേട്ടോ. മാർക്കറ്റ് പോകാൻ ഈ സാരി എന്താ സാരിക്ക് കുഴപ്പം? എടീ, ഇത് പുതിയ സാരി അല്ലേ? ഇത് പഴയ സാരിയാ. അപ്പൊ പഴയ സാരി എങ്ങനെയാണെങ്കിൽ പുതിയ സാരി എങ്ങനെ ഇരിക്കും? തല കുത്തി നിൽക്കും. രാവിലെ എന്നോട് തല്ലി പിടിക്കാൻ വരില്ലേ? അതെ, കടയിൽ നിന്ന് മേടിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കിയോ? അവസാനം കടയുടെ അവിടെ ചെന്ന് നിന്നിട്ട് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞു പളവള അലച്ചാണ്ടല്ലോ. മേടിക്കാനുള്ള കാശ് എൻ്റെ ഇല്ല. എനിക്കറിയാം, നിങ്ങൾക്ക് അല്ലെങ്കിൽ കാശ് ചെലവാക്കാൻ പറ്റില്ല പിശുക്കൻ. പിന്നെ നീ വീട്ടിൽ നിന്ന് വന്നപ്പോ ഇവിടെ കൊണ്ട് അടുക്കി വെച്ചേക്കല്ലേ? ആ, ഓ, അടുക്കി വെച്ചിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും വീട്ടുകാരെ പറഞ്ഞോളണം. ഓ നാശം. എന്തോടി പറഞ്ഞേ? നിങ്ങളെയല്ല ഈ പൂട്ടിനെ പറഞ്ഞതാ. എന്ത് പറഞ്ഞാലും ചാടി പിടിച്ചോളണേ. എന്റെ പായന്ന് എപ്പോഴും ഇതൊക്കെയല്ലേ വരുന്നേ. എന്നെയാണോ പൂട്ടിനെയാണോന്ന് ഞാൻ എങ്ങനെ അറിയും? എങ്ങനെ പറയാതിരിക്കും? എത്ര നാളായി ഈ പൂട്ടൊന്ന് ശരിയാക്കാൻ പറഞ്ഞ? ഇതുവരെ പറ്റിയോ നിങ്ങൾക്ക്? ഓ, ഇനി ഇത് പൂട്ടാത്തോണ്ടാ കുഴപ്പം. ഇവിടെ നിറയെ ഇരിക്കുവല്ലേ. ബി നില പറയല്ലേ, ബി നില പറ. തുറന്ന് മലത്തിട്ടിട്ട് പോവാ. ഇട്ടിട്ട് പോടി, ഒന്നും ഇവിടെ സംഭവിക്കുമല്ല. ആ, ഇനിയിപ്പൊ എന്തെന്നാ നോക്കാനല്ല, ഞാനെല്ലാം എഴുതിയിട്ടുണ്ട്. ഇനി ഞാനൊന്ന് നോക്കട്ടെ. വായിച്ചു കഴിയുമ്പോ ഇപ്പൊ എല്ലാം കൊള്ളാവും. ഇവിടെ ആരുടെയാ കല്യാണം? എന്താ? മല്ലിപ്പൊടി 2 പാക്കറ്റ്, മുളക് പൊടി 2 പാക്കറ്റ്, മഞ്ഞപ്പൊടി 2 പാക്കറ്റ്. അതെന്താന്നാ മന്മതേട്ടാ? കൈയെടുക്ക്. ഈ സത്യ പ്രോഡക്റ്റിന്റെ 2 പാക്കറ്റ് വീതം മേടിച്ചിട്ടുണ്ടെങ്കിൽ കുറേ സമ്മാനം കിട്ടും നമുക്ക്. പട്ട് സാരി, സ്വർണ്ണ നാണയം, അങ്ങനെ എന്തൊക്കെ. പിന്നില്ലേ ബമ്പർ സമ്മാനം എന്താണെന്നറിയാമോ? ടൂറ് വിമാനത്തില്. എങ്ങോട്ടാന്ന് ചോദിക്ക്. എവിടെ? സിംഗപ്പൂര്. എന്തല്ലേ? അയ്യോ, സിംഗപ്പൂര് പോവാൻ എനിക്ക് താല്പര്യമില്ല. അല്ലെങ്കിലും കൊണ്ടോണില്ല നിങ്ങളെ. സിംഗപ്പൂര് പോകാൻ പറ്റിയൊരു മുതല്. എടി ശ്യാമളെ, ഇച്ചിരി മല്ലിയും ഇച്ചിരി മുളകും ഒക്കെ മേടിച്ച് നമ്മുടെ വിശാലമായ ഈ മുറ്റത്തിട്ട് നല്ല വെയിലത്ത് ഉണക്കി അതിനെ പൊടിച്ച് അതുകൊണ്ട് കറികളൊക്കെ ഉണ്ടാക്കി ഭർത്താവ് വരുമ്പോൾ അതങ്ങോട്ട് വിളമ്പി കൊടുത്ത് ഒപ്പം ഭാര്യയും കൂടെ ഇരുന്ന് കഴിച്ച് ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. ശരിയല്ലേ? നല്ല സന്തോഷായിരിക്കും. പറ്റുമോ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഇങ്ങനെയൊക്കെ? പണി? എനിക്കതല്ല പണി. ഇനി ഈ പൊരിവേലത്തിരുന്ന് ഞാൻ ഉണക്കാനിരിക്കേ. ഒന്നും ചെയ്യണ്ടടി, ഒന്നും ചെയ്യണ്ട. ഇങ്ങ് തരണ്ട, വരാൻ നോക്കാനേ. ഇതെന്തിനാ ഈ പുഞ്ചാരി 25 കിലോ? എന്താ പുഞ്ചാരിന്ന് കേട്ടിട്ടില്ലേ? 25 കിലോ എന്തിനാ തിന്നാൻ? എടി, 1 കിലോ പുഞ്ചാരിക്ക് 40 രൂപ വില. അതെ, അത് വെറുതെ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവരെടുത്ത് തരൂല. റേഷൻ കടയിൽ നല്ല 1ാം ക്ലാസ് അരി കിട്ടും, കിലോയ്ക്ക് വെറും 1 രൂപയ്ക്ക്. അത് കഴിച്ചാൽ എന്താ കുഴപ്പം? റേഷന്റെ പട്ടിണി എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. റേഷൻ അരിയോട് പുച്ഛോടി നിനക്ക്? പുച്ഛോ? എന്താ റേഷൻ അരിക്ക് ഒരു കുഴപ്പം? ഒരു കുഴപ്പമില്ല. മാനവും മര്യാദ ഉള്ളവരൊന്നും അത് കഴിക്കൂല. വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഓ, നിന്റെ മാനവും മര്യാദയും നിലയും വിലയൊന്നും എന്നെ കൊണ്ട് പറയിക്കരുതേ. കുപ്പിയും പാട്ടയും പറക്കി നടന്നവന്റെ മോള് ഇവിടെ വന്ന് പെൻസിൽ പോലെ ഇങ്ങനെ എല്ലാം ഇരുന്ന നീ എന്റെ കൂടെ ഇവിടെ വന്ന് റേഷൻ അരി നിന്ന് തന്നെ നീ ഇപ്പൊ ഇങ്ങനെ ആയത്. ഇപ്പൊ അവക്കത് പുച്ഛം. പറയാതിരിക്കുന്നുണ്ടോ? എന്തൊരു ഭംഗിയാ കാണാൻ. അതെ, റേഷൻ അരി കഴിച്ച് തന്നെ ഞാൻ ഇങ്ങനെ ആയെന്ന് പറയാൻ എനിക്കൊരു നാണക്കേടുമില്ല. നിങ്ങൾക്ക് നാണക്കേട് ഉണ്ടാവൂല, കാരണം നിങ്ങൾ അങ്ങനെയാണല്ലോ. പക്ഷെ ഞങ്ങളുടെ തറവാട്ടിൽ ആർക്കും ഇങ്ങനെ റേഷൻ അരി മേടിച്ച് തിന്ന് ജീവിക്കേണ്ട ഗതികേട് വന്നിട്ടില്ല. തറ എന്തോ? തറയല്ല നിങ്ങളുടെ തല. തറവാട്ട് പോയപ്പോ പറയുന്ന ഒരു വീട്ടമ്മ. എന്തെന്നത്ര വിളിക്കാനുള്ളത് അതിനകത്ത്? തമാശ, ഞാനിത് ആരോടൊന്ന് പറയും. രാമേട്ടനൊന്നുമില്ല, അവിടെ എല്ലാം റോട്ടിലോട്ട് ഇറങ്ങിച്ചല്ലേ. അയ്യോ, റോഡിലോട്ടൊക്കെ പോയ ആൾക്കാർക്ക് ഇന്ന് ചിരിക്കാനേ നേരം കിട്ടും. ഇതെന്തിനാണ് ഈ ഫെയർനെസ് ക്രീം 2 എണ്ണം? എനിക്ക് വേണം 2 എണ്ണം. നിനക്കാവാം. എടി, നീ 2 അല്ല 200 പാക്കറ്റ് തേച്ചാലും നീ ഇങ്ങനെ ഇരിക്കും. വെറുതെ കമ്പനിക്ക് പേരുദോഷം ഉണ്ടാക്കരുത്. ഒരു കുഴപ്പമില്ല. നിങ്ങളെ പോലെ മരമോന്തല്ലല്ലോ എന്നെ കാണാനെങ്കിലും കുറച്ച് നല്ലതാ. വല്ലപ്പോഴും ഒക്കെ കണ്ണാടി നോക്കണം. ആയിക്കോട്ടെ, സമ്മതിച്ചു. ദേ, അവിടെ ചെന്ന് ഇനി അതും പറഞ്ഞിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കൊല്ലും ഞാൻ. എനിക്ക് എല്ലാ സാധനങ്ങളും സത്യാസിന്റെ തന്നെ വേണം. സത്യാസിന്റെ? എന്താ കുഴപ്പം? ആയിക്കോട്ടെ.